നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം അറിയാമല്ലോ, യു കെ ഒരു വികസിത രാഷ്ട്രമാണ്. അതോടൊപ്പം തന്നെ യു കെ ഒരു സമ്പന്ന രാജ്യം കൂടിയാണ്. യു കെയിലെ ജനങ്ങൾക്ക് ധാരാളം ബെനിഫിറ്റുകൾ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യു കെയിലെ ജനങ്ങൾക്ക് പൊതുവെ ഒരു ജോലി അന്വേഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ ഇല്ല. പക്ഷേ ഇപ്പോൾ യു കെയിൽ നിന്ന് കേൾക്കുന്ന പല വാർത്തകളും വളരെ വിഷമിപ്പിക്കുന്നതാണ്. യു കെ അത്ര പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, യു കെയിലെ ജയിലുകൾ നിറഞ്ഞിട്ട് അവിടുന്ന് ആൾക്കാരെ അവരുടെ ജയിൽ കാലാവധി, ശിക്ഷാ കാലാവധി കഴിയുന്നതിന് മുമ്പ് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. അതായത് യു കെയിലെ ജയിൽ കപ്പാസിറ്റി ഏകദേശം 86,000-ഓളമാണ്. ഇപ്പോൾ ആ 86,000-ഓളം കപ്പാസിറ്റിയിൽ ഏകദേശം ഫുള്ളായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ആൾക്കാരെ പാർപ്പിക്കാൻ അവിടെ സാഹചര്യം ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ യു കെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് കുറച്ചധികം പേരെ റിലീസ് ചെയ്തിരിക്കുകയാണ്. 5-6 വർഷം ശിക്ഷ കിട്ടിയവരെ ആ ശിക്ഷാ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യാനുള്ള പ്ലാനാണ്. നമ്മൾ അറിഞ്ഞിടത്തോളം കുറച്ചധികം മലയാളികളും അങ്ങനെ റിലീസ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ റിലീസാകുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ജയിലിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അവർ സമൂഹത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അവരെല്ലാം ജയിലിൽ നിന്ന് നല്ല മനസ്സോടെ ജോലി ചെയ്ത് ജീവിക്കാനാണ് തിരിച്ചു വരുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ഈ സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതല്ല, ജയിലിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വന്ന് വീണ്ടും ഈ കഞ്ചാവ് കച്ചവടവും അതല്ലെങ്കിൽ മോഷണവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനാണെങ്കിൽ യു കെയുടെ തെരുവുകളിൽ ഇനിയും പ്രശ്നങ്ങൾ കൂടിയേ വരികയുള്ളൂ. നമുക്കറിയാമല്ലോ, യു കെയിൽ ഇന്ന് മോഷണങ്ങൾ ഓരോ ദിവസവും ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. യു കെയുടെ പല ഭാഗങ്ങളിലും നമ്മൾക്കിപ്പോൾ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നടന്നു പോകാനൊക്കാത്ത സാഹചര്യമാണ്. പലപ്പോഴും ഇങ്ങനെ മൊബൈലൊക്കെ ഒരുപാട് പേരുടെ മൊബൈലാണ് ഇങ്ങനെ വന്ന് ഓരോരുത്തർ തട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി നമ്മുടെ മൊബൈൽ താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അത് മൂട്ടിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സൈക്കിളുകൾ, നമുക്കറിയാമല്ലോ, ലണ്ടനിലൊക്കെ പല ഭാഗങ്ങളിൽ നമ്മുടെ സൈക്കിൾ അവിടെ നിന്ന് വെച്ചിട്ട് അകത്തോട്ട് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സൈക്കിൾ കാണില്ല. ഈവൻ നമ്മളത് ചെയിൻ വെച്ച് ലോക്ക് ചെയ്തിട്ട് പോയാൽ പോലും അത് വളരെ വിദഗ്ധമായിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാരാണ് യു കെയിലുള്ളത്. ഇവിടുത്തെ പോലീസാണെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾക്കൊന്നും അവർ സമയം മെനക്കെടുത്താറില്ല. നമുക്കറിയാം, ലോക പോലീസ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും അവർക്ക് ഒരു കള്ളനെ പോലും അവർക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലയിടത്തും ഉള്ളത്. നമ്മളുടെ സ്വർണ്ണവോ അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മോഷണം പോയാൽ അവർ പറയുന്നത് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയിൽ പറഞ്ഞ് ആ പൈസ തിരിച്ചു മേടിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ യു കെയിൽ ജീവിക്കുന്നെങ്കിൽ എല്ലാ സാധനത്തിനും ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ, അറിയാമല്ലോ, ലണ്ടൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ റേഞ്ച് റോവർ പോലുള്ള കാറുകൾക്ക് ഒരുപാട് മോഷണമാണ് പോയിക്കുന്നത്. ഹൈ എൻഡ് ലക്ഷറി കാറുകളൊക്കെയാണ് മോഷണം പോകുന്നത്. ഈ കാറുകളൊക്കെ എവിടോട്ട് പോകുന്നു അതൊന്നും ഇവിടുത്തെ പോലീസിന് ഒന്നുപോലും കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. മലയാളിയായ യുവാവ് ആ ഒരു കാറ് പാർക്ക് ചെയ്തിട്ട് വീട്ടിനകത്തോട്ട് കയറിയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ കാറ് നഷ്ടപ്പെട്ടു. ഏകദേശം 30 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നൊരു കാറാണ്. അങ്ങനെ ഒരുപാട് കേസുകളാണ് വരുന്നത്. നമ്മുടെ യു കെയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 40 പവൻ സ്വർണ്ണമാണ് പോയത്. പക്ഷേ ഒരു രൂപ പോലും അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. അപ്പോൾ ഇത്രമാത്രം കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന അവസരത്തിലാണ് വീണ്ടും ഈ ജയിലിൽ കിടക്കുന്നവരെ അവർ ഫ്രീ ആയിട്ട് ഇറക്കി വിടുന്നത്. അന്നേരം ഇതൊരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് തന്നെ. ഇത്രയും വികസിതമായ ഒരു രാജ്യമായിട്ട് പോലും ഇവിടുത്തെ കുറ്റവാളികളെ പാർപ്പിക്കാനുള്ള ഒരു അവസരമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, എത്ര പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് യു കെയിലെ ജനസംഖ്യ ക്രമാതീതമായിട്ട് കൂടി. അതിൽ തന്നെ അഭയാർത്ഥികളായിട്ട് വന്ന ഒരുപാട് പേരുണ്ട്. അതിൽ തന്നെ ഒരുപാട് കുറ്റവാളികളുമുണ്ട്. അന്നേരം അങ്ങനെ വരുന്നവരുൾപ്പെടെയുള്ള കുറ്റവാളികൾ ഇവിടുത്തെ ജയിലുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫൈനൽ ശിക്ഷ വിധിക്കാത്ത ഒരുപാട് പേര് ഇവിടുത്തെ ജയിലിൽ കിടപ്പുണ്ട്. പിന്നെ ഈ റീസെൻ്റായിട്ട് നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്. അന്നേരം ഇവിടെ 2 ടയർ പോലീസിംഗ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ നടക്കുന്ന പാലസ്തീൻ അനുകൂല സമരങ്ങൾക്കൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ 9 പേരെയൊക്കെ അറസ്റ്റ് ചെയ്ത് തുടങ്ങി. നേരത്തെ അങ്ങനെ വലുതായിട്ട് പാലസ്തീൻ അനുകൂല സമരത്തിന് വലിയ അറസ്റ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇങ്ങനെ അറസ്റ്റ് വരുമ്പോൾ വീണ്ടും ജയിലിൻ്റെ കപ്പാസിറ്റി കൂട്ടേണ്ടി വരും. പക്ഷേ നിലവിലെ അവസ്ഥയിൽ യു കെയുടെ ജയിലിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ജയിലിൽ ഇപ്പോൾ ഉള്ളവരെ റിലീസ് ചെയ്യാനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എന്താകുമെന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇത് സമൂഹത്തിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് എന്നുള്ളത്. മറ്റൊരു പരിതാപകരമായ അവസ്ഥയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു കെയിൽ ഏകദേശം 8 ലക്ഷത്തോളം കുട്ടികൾ ചികിത്സയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ്. നമുക്കറിയാമല്ലോ, NHSലെ വെയിറ്റിംഗ് ലിസ്റ്റ് ക്രമാതീതമായിട്ട് കൂടി വരികയാണ് ഓരോ ദിവസവും.
ലേബർ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു അവരതിന് തക്കതായ ആക്ഷൻ പെട്ടെന്ന് തന്നെ എടുക്കുമെന്നുള്ളത്. പക്ഷേ ഇതുവരെ ഈ 2 മാസം കഴിഞ്ഞിട്ടും അവർ ഇതുവരെ അതിനുവേണ്ടി ഒരു ആക്ഷനും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളിലും ഈ വെയിറ്റിംഗ് ലിസ്റ്റ് കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വളരെ പ്രായം ചെന്ന ഒരു വ്യക്തി നമ്മുടെ ബാങ്കിൽ വന്നതാണ്. അന്നേരം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു ഓപ്പറേഷന് വേണ്ടി എന്നാണ്. അതായത് അത്രമാത്രമാണ് ബുദ്ധിമുട്ടുന്നത് ഇവിടുത്തെ സാധാരണക്കാർ. പക്ഷേ അത്രമാത്രം ഇവിടെ സാധാരണക്കാർ NHSലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെയിറ്റ് ചെയ്യുമ്പോൾ പോലും ആ NHSൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ലേബറിൻ്റെ മന്ത്രിസഭ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 8 ലക്ഷത്തോളം കുട്ടികൾ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഈ ചികിത്സ സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ അവരുടെ രോഗങ്ങൾ കൂടാനുള്ള ചാൻസാണ് വരുന്നത്. ഇങ്ങനെ പുതിയതായിട്ടുള്ള തലമുറയ്ക്ക് ഇങ്ങനെ ക്രമാതീതമായ അസുഖങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ വരും. അവരുടെ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. അന്നേരം UK ഗവൺമെൻറ് ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് കാണാത്തതിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വളരെ ദേഷ്യത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു സർവേ പ്രകാരം സ്റ്റാർമർ, അതായത് ലേബറിൻ്റെ പ്രധാനമന്ത്രിയായ സ്റ്റാർമറിൻ്റെ ജനപ്രീതി ക്രമാതീതമായിട്ട് ഇടിഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ അനധികൃത കുടിയേറ്റത്തിനെ എതിർക്കുന്ന പാർട്ടികളുടെ ജനപിന്തുണ കൂടി വരികയാണ്. അതായത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലേബറിൻ്റെ മന്ത്രിസഭ നിലവിൽ വന്നു കഴിഞ്ഞ് അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ അനധികൃത കുടിയേറ്റക്കാരെ സഹായിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുത്തത്. അവരാദ്യം തന്നെ എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഉഗാണ്ടയിലേക്ക് കയറ്റി അയക്കുന്ന പ്ലാൻ അവർ ഡ്രോപ്പ് ചെയ്തിരുന്നു. അതായത് UK വരുന്ന അഭയാർത്ഥികൾ ഇവിടുത്തെ കേസ് അവർ തീരുന്നവരെ യുഗാണ്ട പോലെ രാജ്യത്ത് അവരെ താമസിപ്പിച്ചുകൊണ്ട് കേസ് നടത്താനുള്ള പ്ലാനാണ് കൊണ്ടുവന്നത് ഋഷി സുനക്. അത് ആദ്യത്തെ ദിവസം തന്നെ സ്റ്റാർമർ ഡ്രോപ്പ് ചെയ്തു. അതായത് UK ഒരു അഭയാർത്ഥിയെ പാർപ്പിക്കുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ചിലവ് വരുന്നത്. അവരെ പാർപ്പിക്കുന്നത് 3 സ്റ്റാറും 5 സ്റ്റാർ ഹോട്ടലുകളിലാണ്. അതുകൂടാതെ കൺസർവേറ്റീവ് മന്ത്രിസഭ ഒരു ബോട്ടിനകത്ത് ഇവരെ 500ഓളം റൂമുകൾ സജ്ജീകരിച്ച് അവിടെ താമസിപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നിരുന്നു. അതും ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതും ഇപ്പോൾ ലേബറിൻ്റെ മന്ത്രിസഭ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതും ആ ബാർജിൽ താമസിപ്പിക്കുന്ന തീരുമാനവും ലേബറിൻ്റെ മന്ത്രിസഭ എടുത്തു മാറ്റിയിരിക്കുകയാണ്. അതായത് അഭയാർത്ഥികളായിട്ട് വന്നവർക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും കൂടി 4 സ്റ്റാർ ഹോട്ടലുകളിലും 5 സ്റ്റാർ ഹോട്ടലുകളിലും തങ്ങാനുള്ള അവസരമാണ് UK ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ UK കൂടുതൽ അഭയാർത്ഥികളെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഋഷി സുനക് യുഗാണ്ട സ്കീമൊക്കെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടത്തേക്കുള്ള അനധികൃത കുടിയേറ്റം കുറഞ്ഞിരുന്നു. അവർ മറ്റൊരു തീരുമാനം കൊണ്ടുവന്നത് UK ഇപ്പോൾ അഭയാർത്ഥിയായിട്ട് താമസിക്കുന്ന ഏകദേശം 1 ലക്ഷത്തോളം പേർക്ക് അസൈലം ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിരുന്നു. അതായത് അവർക്ക് ഇവിടെ നിയമപരമായിട്ടുള്ള പേപ്പർ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരുന്നു. അന്നേരം അതുകൂടെയൊക്കെ വന്നപ്പോഴത്തേക്ക് UK അനധികൃത കുടിയേറ്റത്തിന് പറ്റിയൊരു സ്ഥലമാണെന്ന് ഇവിടേക്ക് വരുന്നവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ ദിവസവും 400-500 പേരാണ് അഭയാർത്ഥികളായിട്ട് UK വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് വേണ്ടി ചിലവാക്കുന്നത്. അതും UK ജോലി ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവരുടെ ടാക്സ് മേടിച്ചാണ് അവർക്ക്. അന്നേരം ഇതുവരെ ലേബർ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം തന്നെ അഭയാർത്ഥികളെ സഹായിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ്. എന്നാലും ഇനിയെങ്കിലും അതിൽ മാറ്റം വരുമെന്നും NHS പോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ട സഹായം എത്രയും പെട്ടെന്ന് തന്നെ അവർ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ഇതേപോലെ UK അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നിങ്ങളെ തത്സമയം അറിയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.